Hi friends, welcome back to my channel. എനിക്ക് 2 ഹാഫ് കെജിയുടെ കേക്ക് ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അതും രണ്ടും ചോക്ലേറ്റ് കേക്ക്. എപ്പോഴും ഒരേപോലത്തെ കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിലൊരു കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഫില്ലിങ്സ് ആയിട്ട് ഓരോ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് ഇങ്ങനെ പൊടിച്ചിട്ടാൽ മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവും മിക്കവാറും ഒരേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഫൈനൽ കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അതിപ്പം എങ്ങനെ വെച്ചാലും മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം റൗണ്ട് ഷേപ്പിലും ഒരെണ്ണം സ്ക്വയർ ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് തന്നെ റൗണ്ട് ഷേപ്പിലുള്ള കേക്കാണ് ഉണ്ടാക്കിയത്. അതിൽ ഓരോൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്ത ശേഷം നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. നെക്സ്റ്റ് ഞാൻ സ്ക്വയർ കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ആസ് യൂഷ്വൽ ചോക്കോ ചിപ്സും പിന്നെ ചോക്ലേറ്റിൻ്റെ ഗനാഷയും തന്നെയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീമിൽ എപ്പോഴും ഞാൻ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. എനിക്ക് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കേക്കൊക്കെ ഓർഡർ കിട്ടുമ്പോൾ, അതായത് സെയിം ഡേയിൽ കിട്ടുമ്പോൾ മിക്കവാറും 2 കേക്കിനും ഒരേ ഡെക്കറേഷൻസ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് അല്ലേ, അതൊരു പ്രോബ്ലം ആയിട്ട് വരാറില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് 2 കേക്കും ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ പിന്നെ 2 കേക്കിനും കൂടിയിട്ട് ഞാൻ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ചോക്ലേറ്റ് മാറി മേടിച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് കോളാക്കിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായിരുന്നു. നമ്മൾ സാധാരണ എടുക്കണ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ചോക്ലേറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര തിക്നെസ് കൂടിയിട്ട് എനിക്ക് സൈഡ് ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം കുറച്ചുകൂടി അതിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് കുറച്ച് തിക്നെസ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്തും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്ക് ഡിപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്നെസ് ആവേണ്ടതായിരുന്നു. പക്ഷേ എന്തോ അറിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ സാധാരണ മേടിക്കുന്ന ചോക്ലേറ്റ് ആയിരുന്നില്ല, ഒന്ന് മാറ്റി പിടിച്ചതായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ 2 കേക്കിൻ്റെ സൈഡ് ഭാഗം അങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ടെൻഷൻ ഇങ്ങനെ കൂടി വരുമായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് നോക്കി, പക്ഷേ എന്തോ ഒരു ഫലവും കണ്ടില്ല. അപ്പം അടിഭാഗത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, ഇങ്ങനെ ഒലിച്ചിറങ്ങണേന്. എന്നിട്ട് മോൾ ഭാഗത്ത് ഇങ്ങനെ ഒലിക്കുന്നത് ഇങ്ങനെ കുറവ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡെക്കറേഷനൊക്കെ മാറ്റി പിടിച്ചിട്ട് കേക്കിന് ബോർഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കസ്റ്റമർക്ക് കൊടുത്തത്. കസ്റ്റമർ കൊടുത്തിട്ടും ഭയങ്കര ടെൻഷനായിരുന്നു. കസ്റ്റമർ എന്ത് പറയും, അവർക്ക് ഇഷ്ടാവില്ലേ, അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ 2 കസ്റ്റമറും കേക്കിൻ്റെ ഡെക്കറേഷനെ കുറിച്ചൊന്നും മോശം പറഞ്ഞില്ല. മിക്കവാറും ഹാഫ് KG കേക്ക് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഡെക്കറേഷൻ ഒന്നും മുൻതൂക്കം നൽകാറില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു.